ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബ്ലോഗ്സ് ഫ്രൂട്ട്സിൻ്റെ വീഡിയോയിലേക്ക് എത്തി. ഏറ്റവും ലാസ്റ്റ് മറ്റേ ഈ ഷാർക്സ് കിട്ടിയതിൻ്റെ അവിടെ വാട്ടർ ബോയിൽ കൂടി ഉണ്ടായിരുന്ന എപ്പിസോഡിലാണ് നിർത്തിയത്. പക്ഷെ അവനെ കവറി നോക്കിയിട്ട് എത്ര കാണാനും ഇല്ലടാ. അവനെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടതാ കണ്ട എൻ്റെ ലൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ലൈറ്റിലും കുറേ സംഭവങ്ങളാണ്. ഞാൻ ഈ ലൈറ്റിന് ശേഷം ഫ്ലെയിം ചെയ്യുന്നത് ഫ്രൂട്ട്, അതിന് ശേഷം ഐസ് ഫ്രൂട്ട് ചെയ്യുന്നത്, അതിന് ശേഷം ബ്ലേഡ് ചെയ്യുന്നത്, അതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഫ്രൂട്ട് ചെയ്യുന്നത്, അതിന് ശേഷം ഇപ്പോഴാണ് ലൈറ്റ് കിട്ടിയത്. എനിക്ക് ഇപ്പം തന്നെ കുറേ പൈസ എടുക്കണം. ഇനി എനിക്ക് അടുത്ത ഈസിലി പൈസ ട്രിപ്പിൾ കെട്ടാനാണ് അത് നല്ലതാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു ഇവൻ്റെ അടുത്ത് ക്വസ്റ്റ് വായിക്കാം. നമുക്ക് ഇനിയും കുറേ ആൾക്കാർ ഒരുമിച്ച് വെച്ചിട്ട് കൊല്ലുക, അതാകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കൊല്ലാൻ പറ്റും. ഇനി 3 പേരെ കൊണ്ട് ഇത്രയും റേഞ്ചുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ആൾക്കാർ നേരത്തെ ആൾക്കാർ ഇവിടെ എന്തോ പ്രത്യേകത. ഇവർക്ക് എന്തൊരു കല്ല് പോലെ പിറകെ പാല് വഴിക്ക് യൂട്യൂബിലാണ്. അച്ഛൻ്റെ ഫോണിൽ മറ്റേ ഈ സ്പീഡ് ഓൺ ചെയ്ത സ്വിച്ചിലെ അത് ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ നേരെ കളിക്കാൻ പറ്റില്ല.
മാസം അച്ഛൻ്റെയിലാണ് കളിച്ചത്. ആ പറയുമ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതല്ലേ അറ്റാക്ക് ഇവനെ കൊണ്ടുവന്ന 6748 രൂപ. പക്ഷെ ഇവയൊക്കെ എവിടെ മനസ്സിലാവും? ലാസ്റ്റ് കണ്ടു അതിനൊക്കെ ഫ്രണ്ടായിട്ടാണ് പക്ഷെ ഇല്ല
ആ എടാ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് 8നെ കൊല്ലാൻ പറ്റും. ഈ 105 ലെവൽ മതിയായിരുന്നു. ഞാൻ 110 വിചാരിച്ച. എന്തിനാ ഇന്നോളൊക്കെ 105ഉം 6ഉം ഒക്കെ ആയിട്ടില്ല. 8നെ 110 കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്ന് നോക്കിയാണ് 105 ആയിരുന്നു. ഞാൻ ചിന്തിച്ചു പറക്കുന്നില്ലടാ, പറയുന്നില്ലേ ബാക്കിൽ നിന്ന് പിടിച്ചാൽ ഞാൻ കാണില്ലെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പൊ വന്ന് തരാം. മരത്തിന്റെ അടി വെച്ചിരിക്കും. ഇങ്ങനെ എൻ്റെ എല്ലാം മുന്നിൽ വെച്ച് അതിൻ്റെ ഒറ്റയ്ക്ക് പോകും. നെറ്റ് മാത്രം ചത്തില്ല. ഞാൻ ഇപ്പൊ ചത്തില്ലേ ഇപ്രാവശ്യം. ഇപ്രാവശ്യം എന്തായാലും 8നെ കൊല്ലും. ഉള്ള സ്നോമാനിലെ എൻ്റെ കൂടി വന്നില്ലേ. അടി സ്നോമാൻ
കയറി വീണ്ടും റിക്കവർ ആയിട്ടുണ്ട്. എടാ എത്തിയൊരു ലൈഫ് ഉണ്ടാവും. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ ഈ NPCനെയൊക്കെ തന്നെത്താന് ലൈഫ് ചാവണ്ട. അത് മാത്രമല്ല മറ്റേതാ ഇതില്ലേ എന്തിനും ഇടിക്കണതിൻ്റെ ശബ്ദവും കേട്ട്. അത് എന്തിൻ്റെ ഗ്ലിച്ചാണ് എന്തോ. എല്ലാ NPC ചാവണം. എന്നാണ് കറക്റ്റ് ഞാൻ എറ്റീരെ മണ്ടയിലത്തെ ഭാഗത്ത് മാത്രം വെച്ച് നടത്തിയത്. ഈ താഴെ എറ്റീരെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചായിരുന്നു ബാറ്റിൽ നടന്നത്. അപ്പോഴാണ് ലൈഫ് കിട്ടുമെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നടന്നത്? എനിക്ക് പുതിയൊരു ഷോണാണ്. ഇനി വീണ്ടും നേരത്തെ തന്നെ തോപ്പിക്കേണ്ടി വരും. ഞാൻ ഫുൾ ലോക്കിനെ മാറ്റി എൻ്റെ ഒരു വേറൊരു സാധനം നേരത്തെ പോയിട്ടില്ല.
എടാ എറ്റി ചക്കായി ഇടയ്ക്ക്. എടാ എന്തൊരു വീഴ്ച. കോക്കോമ കൂച്ചി. നമുക്ക് വീണ്ടും ബാങ്കിനെ പോകാം. അങ്ങ് താഴോട്ട് ഇറക്കിയതിന് മോശമായിരുന്നു. ഒരുമിച്ച് ഞാൻ ഫുള്ളൊക്കെ സ്റ്റാമിന കിട്ടാൻ എനിക്ക് അടുത്ത സീനായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. എനിക്ക് ഇന്നലെ നല്ലപോലെ അറ്റാക്കിയിട്ട് നമുക്ക് ഒറ്റൊരടി.
കുറച്ച് ലൈഫ് വെച്ച്. ഇതെന്താ നിന്നു പോയോ? ഞാനെ കൊല്ലാറായി. എടാ നേരത്തെ പോലെ ഇപ്രാവശ്യം അടുത്തില്ല. ഇത്രയും പൈസ ആയിരിക്കും. എനിക്ക് ഒട്ടും ലക്കില്ല. വേറെ റോക്കറ്റ് ആപ്പ് എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ പൈസ മൊത്തത്തിൽ പോകും. എന്തൊരു കഷ്ടമാണ്. റോക്കറ്റ് ഫ്രൂട്ട് നല്ലത് തന്നെ.
പക്ഷെ എനിക്ക് ഒത്തിലൊക്കില്ലെങ്കിൽ ഈ ഫ്രൂട്ടായിട്ട് പക്ഷെ ഇവിടെ ഷാഡോയിലാണെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ കുഴപ്പമില്ലായിരുന്നു ഈ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഓ തിരിച്ച് ഓ ഓ ഫ്രോസൺ വില്ലേജ് ഇനി ഫ്രോസൺ വില്ലേജ് ഈ സൈഡിലോട്ടല്ലേ നമുക്ക് ലൈറ്റ് ഫ്ലൈറ്റ് അങ്ങ് അറ്റത്ത് വെച്ചെടുക്കാം അല്ലെങ്കിൽ ശരിയാവുണ്ട് ലൈറ്റ് ഫ്ലൈറ്റ് വെച്ച് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് കറക്റ്റ് എടാ ഇത് അവനില്ലേ അവനില്ലേ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ടാറ്റ ഇല്ല ഇവൻ്റെ ഒരു കമൻറ്റും കൂടി ചെയ്യാം ബൈ എന്ന് അല്ലെങ്കിൽ ഇവൻ നമ്മളവനെ പറ്റിച്ചിട്ട് പോയി എന്ന് പറയും ബൈ ഗൈസ് ഇല്ലേടാ ഫ്രൂട്ട് ലൈറ്റൊന്നും കൂടി ലൈറ്റ് ആണ് കണ്ടു അപ്പോൾ ഗൈസ് ടാറ്റ